ഹായ് ഓൾ വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ മാവ് കുഴയ്ക്കാൻ പരത്താൻ ഒന്നും ചെയ്യാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മീൻ പത്തിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കതെങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു മീനിൻ്റെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 അയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. അധികം മുള്ളില്ലാത്ത മീൻ എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതെല്ലാം കൂടെ ഇട്ടതിന് ശേഷം നല്ലപോലെ മീനിലൊന്ന് തേച്ച് പിടിപ്പിക്കണം. വേണമെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഈ ഒരു മസാല നല്ലപോലെ മീനിലൊന്ന് തേച്ച് കൊടുക്കാം. 2 സൈഡിലൊന്ന് തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതേ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഒരുപാട് ടൈം മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കഷ്ണം മീനും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈഡൊന്ന് മുരിഞ്ഞു വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മീനൊന്ന് കുക്കായി വരണമെന്നേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യാം. അപ്പോൾ അതേ മീൻ ഞാൻ ഈ ഒരു പാനിൽ നിന്നൊന്ന് മാറ്റിയാണ്. ചൂടാറിയതിന് ശേഷം നമുക്ക് അതിൻ്റെ മുള്ളൊക്കെ ഒന്ന് മാറ്റി എടുക്കണം. ഇനിയിപ്പോൾ ഇതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ 2 സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഈ സമയത്ത് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് സവാള നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരട്ടെ. ഇപ്പോഴത്തെ സവാളൊക്കെ നല്ലപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയൊക്കെ ഒരു പച്ചമണം മാറി വരട്ടെ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളിയാണ്. അപ്പോൾ ഒരു ചെറിയ തക്കാളിയുടെ ഒരു പകുതിയാണ് എടുത്തിട്ടുള്ളൂ. അതൊന്ന് ചെറുതായി അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. തക്കാളിയൊക്കെ ഒന്ന് കുക്കായി വരട്ടെ. ഇനിയിപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം അതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു മസാല ഒന്ന് ചെറുതായിട്ടൊന്ന് പച്ചമണം മാറി വരുന്നത് വരെ 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീനുണ്ടല്ലോ, അതിൻ്റെ മുള്ളൊക്കെ ഒന്ന് കളഞ്ഞെടുത്തതിന് ശേഷം കൈവച്ചൊന്ന് ചെറുതായിട്ടൊന്ന് പിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ മീനും അതുപോലെ മസാലയും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സായി വരട്ടെ. അപ്പോൾ അതിൽ തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് കിങ് ഫിഷോ ട്യൂണയോ വറ്റയോ അങ്ങനെ എന്ത് മീനായാലും അധികം മുള്ളില്ലാത്ത മീൻ നോക്കിയിട്ട് എടുക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ചിരവിയതാണ്. അപ്പോൾ ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ ചെറിയ തേങ്ങ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു ഫിഷിൻ്റെ മസാലയിൽ ഈ ഒരു തേങ്ങ കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു മസാല തേങ്ങ നല്ലപോലെ ഒന്ന് മിക്സായി വരട്ടെ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇതിലേക്ക് കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ നല്ലപോലെ അതിൻ്റെ ഫ്ലേവറൊക്കെ അതിലൊന്ന് മിക്സായിട്ട് വരും. അപ്പോൾ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു മസാല മാറ്റി വെക്കാം. ഒന്ന് ചൂടാറി വരട്ടെ. അപ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ. നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് സാധാരണ നമ്മുടെ നോർമൽ വാട്ടർ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ പൊടിക്കനുസരിച്ചിരിക്കും. ചിലപ്പോൾ കുറച്ച് കൂടുതൽ വേണ്ടി, ചിലപ്പോൾ കുറച്ച് കുറവായിരിക്കും. ഞാനിപ്പോൾ ഏകദേശം 2-3 കപ്പ് വരെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് തിക്കായിട്ട് ഇരിക്കരുത്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കണ്ട, ചിലപ്പോൾ ഇത്ര വെള്ളം വേണ്ടി വരില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഒരു സ്റ്റീമറിൽ ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ എല്ലാ ഭാഗത്തേക്കും ആ വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1-2 കയ്യിൽ നമ്മുടെ പ്ലേറ്റിൻ്റെ സൈസിനനുസരിച്ച് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കണം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം.
ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കണം. എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യാം. പിന്നെ ഇപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ്ങും ആ ഒരു ബാറ്ററൊക്കെ വെച്ചിട്ട് ഇതുപോലെ 2 എണ്ണം ഉണ്ടാക്കിയെടുക്കാനുള്ളതാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ മേലെ ഞാൻ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ വീണ്ടും കുറച്ച് ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. ഒരു 2-3 കയ്യിൽ ബാറ്റർ ഇതൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വീണ്ടും കുറച്ച് സമയം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മീൻ പത്തിരിയുടെ റെസിപ്പിയാണിത്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇനിയിപ്പോൾ നോമ്പൊക്കെ വരികയാണ്, നോമ്പിൻ്റെ സമയത്തൊക്കെ നമുക്ക് എണ്ണയിൽ പൊരിച്ച കടികളൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഇതുപോലെ ആവിയിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ അത് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 മിനിറ്റ് കഴിയട്ടെ, അതിനുശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇത് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഫുള്ളായിട്ട് കുക്കായിട്ടില്ല. ഇതിൻ്റെ മേലെ ഞാനിപ്പോൾ കുറച്ച് തേങ്ങ ചെരുവിയത് ഇങ്ങനെ വെതറി കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കൂടുതൽ തേങ്ങ ഇഷ്ടമുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു ചെറിയൊരു വേവും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ അതേ ഇതിൻ്റെ മേലെ തേങ്ങ ഇട്ടതിന് ശേഷം ഞാനതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണ്. മീൻപത്തിരിയുടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ചൂടാറിയതിന് ശേഷം ഞാനിപ്പോൾ ഒന്ന് ഡീമോൾഡ് ചെയ്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീൻപത്തിരിയാണ്. നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാം. അപ്പോൾ അതേ നല്ല അടിപൊളി മീൻ പത്തിരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതുപോലെ അടുത്ത നല്ല റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.